ജൈനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനെതിരെയുള്ള കുരുക്ക് മുറുകുകയാണ്. സെബാസ്റ്റ്യനെതിരെ അയൽവാസിയായ സഹപാഠിയുടെ വെളിപ്പെടുത്തൽ. മാസങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യന്റെ വീട്ടുപരിസരത്ത് കനത്ത പുക ഉയർന്നുവെന്നും വീടിനകത്ത് ഒരു ദിവസം സ്ത്രീയെ പാർപ്പിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നും വെളിപ്പെടുത്തൽ. സ്ത്രീ വാതിലിൽ മുട്ടി ബഹളമുണ്ടാക്കുന്നത് കേട്ടുവെന്നും സ്വകാര്യ കാര്യമായതിനാൽ ഇടപെട്ടില്ല എന്നും ഹരിദാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന സറൗണ്ടിങ്സ് അത്രയും നല്ല പുകയായിരുന്നു. രാവിലെയാണ് നല്ല എങ്ങനെ ഞാൻ പുക കാണുന്നത്. ഇതൊക്കെ പിന്നെ പുക ഇങ്ങനെ നിരപ്പേ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളന്ന് വിചാരിക്കുന്നത് എന്താ ചവറ കൂട്ടിയിട്ട് കത്തിക്കുന്നത് വിചാരിക്കുന്നു. സ്ത്രീ വിഷയത്തിലൊക്കെ അയാളാക്കാർ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സ്ത്രീ വിഷയത്തിൽ അയാൾ പിന്നെ അവന് വളരെ ആക്റ്റീവായ കക്ഷിയാണ് അയാൾ. മറ്റുള്ളവരൊക്കെ മരിച്ചു പോവുകയും ആരും ഇവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ഇഷ്ടത്തിന് വിനിയോഗിക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക പബ്ലിക് അറിയപ്പെടുന്ന പുറത്തുനിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് അയാൾ മറ്റു കൂട്ടി കൊടുക്കുന്ന പോലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള. ഇതിവിടെ ഒരു നേരത്തെ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീ ഒരു ദിവസം വീട്ടിലേക്ക് ഓടിയിട്ട് എൻ്റെ വൈഫിന് അതിൻ്റെ ഒത്തിരി പെണ്ണിനെ കൊണ്ടുപോയിട്ട് 2 ദിവസമായി. അവിടെ പിന്നെ വേറെ ആണുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വൈഫിന് നീ എന്തിറക്കാൻ പോകണ്ട, അവൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നമുക്ക് എത്തി നോക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവിടെ പിന്നെ വാതിലൊക്കെ അവൾ അടിക്കുകയൊക്കെ ചെയ്തു ഉള്ള ദിവസം. വി എസ് അനുരാഗ് ചേരുന്നു വിവരങ്ങളുമായി. അനുരാഗ്, സെബാസ്റ്റ്യനെതിരെ ഇപ്പോൾ എന്തൊക്കെ തെളിവുകളാണ് ഉള്ളത്? മറ്റ് ചില സ്ത്രീകളുടെ കൂടി കാണാതാകലുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ ഉള്ള തെളിവുകൾ, പോലീസ് സമാഹരിച്ചിട്ടുള്ള വിവരങ്ങൾ? ലക്ഷ്മി, ഈ തിരോധാന കേസുകളെല്ലാം അവസാനം എത്തി നിന്നത് സെബാസ്റ്റ്യന്റെ വീട്ടു പരിസരത്താണ്. അങ്ങനെയാണ് ജൈനമ്മ കേസിൽ കോട്ടയത്തുള്ള തിരോധാന കേസ് പോലും സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലായത്. ഏറ്റവും അവസാനം ജൈനമ്മയുടെ ടവർ ലൊക്കേഷൻ ഈ പരിസരത്തായിരുന്നു എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തൽ. അത് ഈ വീട്ടു പരിസരത്ത് നിന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് കത്തിച്ച നിലയിൽ മൃതദേഹാവശിഷ്ടം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ അത് നിർണായകമാവുകയും ചെയ്യും. അദ്ദേഹം പറയുന്നത് ഒരു ദിവസം കനത്ത പുക ഇവിടെ ഉയരുന്നത് കണ്ടു, അസ്വാഭാവികമായി തന്നെ ആ പുക ഉയരുന്നത് കണ്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ആ സമയത്ത് സെബാസ്റ്റ്യൻ ാണ് ഈ വീട്ടു പരിസരത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അതിനൊപ്പം ഈ വീട് അത് മദ്യപിക്കാനും മറ്റ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വീട് സെബാസ്റ്റ്യൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിനൊപ്പം ഒരു ദിവസം ഒരു സ്ത്രീയെ ഇതിനകത്ത് പാർപ്പിച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു. ആ സ്ത്രീ പലതവണ ഈ വാതിലിൽ മുട്ടിയൊക്കെ ബഹളമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നും അത് സ്വകാര്യ ജീവിതമായതുകൊണ്ട് അത് സെബാസ്റ്റ്യൻ പലതവണ ഇവിടെ അത് അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് കാര്യത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് ഹരിദാസ് ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതെല്ലാം സെബാസ്റ്റ്യനെതിരെ മുറുകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വലിയ ദുരൂഹതയുള്ള വീടായിരുന്നു ഇത്. അത് ഏറെക്കുറെ ആ ദുരൂഹത ഉറപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വീട്ടിൽ ഇനി തെളിവെടുപ്പ് നടക്കേണ്ടതുണ്ട്. ജൈനമ്മ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് ഈ വീട്ടിൽ തെളിവെടുപ്പ് നടക്കേണ്ടത്. അടുത്ത ദിവസം തന്നെ ആ തെളിവെടുപ്പ് നടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ പരിശോധനയിൽ ഹാളിൽ നിന്ന് രക്തക്കറ അടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഇതിനുള്ളിൽ ഗ്രാനൈറ്റ് പുതുതായി പാകിയ ഒരിടം കൂടിയുണ്ട്. അതിന് അടിയിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടം എന്തെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. തെളിവെടുപ്പിന്റെ ഭാഗമായി അനുവാദം ലഭിച്ചാൽ അത് പൊളിച്ചു പരിശോധന അടക്കം നടക്കേണ്ടതുണ്ട്. അതിനൊപ്പം ഈ വീട് സ്ഥിതി ചെയ്തത് 2.25 ഏക്കറിൽ കാട് പിടിച്ച നിലയിലാണ്. ഈ കാട് പിടിച്ച നിലയിൽ ഇടത്തു നിന്നാണ് കുഴിയെടുത്ത് അവിടെ നിന്ന് ഈ കത്തിച്ച അസ്ഥികൂടം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറമ്പിലൊക്കെയും പരിശോധന നടക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ 4 തിരോധാന കേസുകൾ, അതിൽ ഒരെണ്ണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് 3 തിരോധാന കേസുകൾ, ആ തിരോധാന കേസ് ഏത് രീതിയിൽ മുന്നോട്ട് പോകും, അതും കൊലപാതകമായിരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ഏറെക്കുറെ ജൈനമ്മയെ കാണാതാകുന്നത്, ചേർത്തല സ്വദേശിയായ ജൈനമ്മയെ കാണാതാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ സെബാസ്റ്റ്യനിലേക്ക് ഈ കേസ് എങ്ങനെയാണ് എത്തിയത്? ഇപ്പോൾ ഇയാൾ സംശയ നിഴലിലാകാൻ, അന്വേഷണ വിധേയനാകാനുണ്ടായ സാഹചര്യം എന്താണ്? 2007 ബിന്ദു പത്മനാഭൻ കേസിൽ ഇയാൾ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു തെളിവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഏറ്റുമാനൂരിൽ ജൈനമ്മ കൊലപാതക കേസ് ഏറ്റുമാനൂർ പോലീസ് അന്വേഷിച്ച് യാതൊരു തുമ്പും ലഭിക്കാതിരുന്ന ഘട്ടത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നത്. പിന്നീട് ഉള്ള അന്വേഷണത്തിൽ ജൈനമ്മയുടെ അവസാന ടവർ ലൊക്കേഷൻ പള്ളിപ്പുറം ഭാഗമാണെന്ന് കണ്ടെത്തി. അപ്പോൾ നേരത്തെ ഒരു കേസിൽ, സമാനമായ ഒരു കേസിൽ, തിരോധാന കേസിൽ പ്രതിസ്ഥാനത്തുള്ള സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലുമാണ് ജൈനമ്മ
ജൈനമ്മയെ കൊലപ്പെടുത്തിയതാണ് എന്ന കാര്യം ഇപ്പോൾ സെബാസ്റ്റ്യൻ അംഗീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചതും വിറ്റതുമായ ഇടങ്ങളിലെല്ലാം ചേർത്തലയിൽ എത്തിച്ച് സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത തെളിവെടുപ്പ് നടക്കേണ്ടത് എനിക്ക് പുറകിൽ കാണുന്ന സെബാസ്റ്റ്യന്റെ ഈ വീട്ടിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. എന്തായാലും ജൈനമ്മ കേസിൽ അത് കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനൊപ്പം ഈ കിട്ടിയ അസ്ഥികൂടം, കത്തിച്ച അസ്ഥികൂടം ആരുടേതാണ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. അത് DNA പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. കഴിഞ്ഞ ദിവസം ഐഷയുടെ കുടുംബം അത് ഐഷയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ലഭിച്ച പല്ല് അത് കൃത്രിമ പല്ലാണ്, ക്ലിപ്പ് ഇട്ട ഒരു കൃത്രിമ പല്ലാണ്. അത് ഐഷയുടേതിന് സമാനമാണ് എന്ന് കുടുംബം ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ DNA സാമ്പിൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിലെല്ലാം ഈ DNA പരിശോധനാ ഫലം വരുമ്പോൾ വ്യക്തമാകും. എന്തായാലും ജൈനമ്മയെ കൊലപ്പെടുത്തിയതാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത ഉണ്ടായിരിക്കുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയത്, കൊലപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്തു, എങ്ങനെ മറവ് ചെയ്തു, എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അതെന്തായാലും അതിനുള്ള വിശദാംശങ്ങൾ പോലീസിന് സ്ത്രീകളെ പിന്തുടർന്ന് കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലറാണോ സെബാസ്റ്റ്യൻ എന്നുള്ള സംശയമാണോ ഈ ഘട്ടത്തിൽ ഉയരുന്നത്? ഇയാളുടെ പശ്ചാത്തലം എന്താണ് സെബാസ്റ്റ്യന്റെ? സെബാസ്റ്റ്യൻ നിരാലംബരായ സ്ത്രീകളെ ഇത്തരത്തിൽ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് സമീപിക്കും. അവരുടെ ഒരു കുടുംബ പശ്ചാത്തലവും അവരുടെ സാമ്പത്തിക പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കിയ ശേഷമാണ് ഈ സ്ത്രീകളെ സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം റോസമ്മ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ റോസമ്മയെ സമീപിച്ചതും ഇത്തരത്തിൽ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. പിന്നീട് ഈ റോസമ്മ തന്നെ ഇയാളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ ഫ്രോഡാണ്, സ്ത്രീ വിഷയങ്ങളിൽ പ്രശ്നക്കാരനാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് അവർ പിന്മാറിയത് എന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തോട് റോസമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ മോഡസ് ഒപ്രാൻഡി. എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകളെ വശീകരിക്കുന്നു, അവരുടെ സ്വർണമൊക്കെ കൈക്കലാക്കുന്നു, അത് പിന്നീട് വിൽക്കുകയും പണയം വെക്കുകയും ചെയ്യുന്നു, അവരുടെ പണം കൈക്കലാക്കുന്നു അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ തെളിവുകളും വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അന്വേഷണ ഘട്ടത്തിൽ അതൊന്നും പുറത്തു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് DYSP വ്യക്തമാക്കിയത്. എന്തായാലും ഈ ജൈനമ്മ കേസ് മാത്രമാണ് കൊലപാതക കേസ് എന്ന നിലയിൽ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. മറ്റ് കേസുകളെല്ലാം തിരോധാന കേസ് എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷിക്കുന്നത്. പക്ഷേ ഒരു വിലയിരുത്തൽ ഈ ഐഷയും ബിന്ദു പത്മനാഭനും ജീവനോടെ ഇല്ല എന്നുള്ള വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ആ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ആയിരിക്കും. എന്തായാലും ഈ കോട്ടയം കേസിൽ, ഏറ്റുമാനൂർ കേസിൽ ഒരു തീരുമാനമായത് ശേഷമായിരിക്കും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ കേസുകളിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക. എന്തായാലും ഈ വീട് തന്നെയാണ് ഇനി നിർണായകമാവുക. ഇവിടെ നിന്ന് കൂടുതൽ മൃതദേഹ ഈ ശരീരാവശിഷ്ടങ്ങളോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കേസിൽ നിർണായകമാവുകയും ചെയ്യും. ലക്ഷ്മി.